ഞങ്ങളെപ്പോലുള്ള സാർത്ഥരായ അമ്മമാർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ സാറിൻ്റെ പെർഫോമൻസ്. ഒരിക്കലും എൻ്റെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പാഷൻ അന്നും പറഞ്ഞു നേഴ്സിംഗ് ആണ്. ആ നേഴ്സിംഗിനെ തന്നെ മുറുക്ക പിടിച്ചാളേന്ന് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടിയുടെ അമ്മ എന്നെ ഫോൺ വിളിച്ചു. സാറേ, അന്ന് സാറ് പറഞ്ഞതിന് പ്രകാരം നേഴ്സിംഗിനെ ചേർത്ത് വിളിച്ച മോളാണ് എൻ്റെ മകൾ എന്ന്. ആ പെൺകുട്ടി ഇന്ന് ഇവിടെ വന്നിട്ട് ഒന്ന് എഴുന്നേറ്റ് എന്ന് കൈ വെച്ചു. ആള് സ്റ്റേജിലേക്ക് വരും. സ്നേഹ, പ്ലീസ്. എൻ്റെ പേര് സ്നേഹ എന്നാണ്. സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് 8 വർഷങ്ങൾക്ക് മുമ്പ് SPCയുടെ ജില്ലാതല ക്യാമ്പ് കോട്ടയം MD സെമിനാരി സ്കൂളിൽ വെച്ച് നടക്കുമ്പോഴാണ്. അന്ന് സെക്കൻഡ് ഡേ ആഫ്റ്റർനൂൺ സെക്ഷനായിട്ട് അനീഷ് സാർ അവിടെ വന്ന് ക്ലാസ് എടുക്കുന്നു. സാർ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഓഡിയൻസ് മൊത്തം സാറിൻ്റെ കയ്യിലായി. അപ്പോഴാണ് സാറിൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്നത്. ആ മൊമെന്റിലാണ് സാറിൻ്റെ കൈയുടെയും കാലിൻ്റെയും പ്രശ്നം ഓഡിയൻസായി ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. 600ഓളം കുട്ടികൾ അന്ന് ആ വേദിയിലുണ്ട്. നിങ്ങളെ പോലെ ഞാനും അന്നും സാർ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വേദിയിലിരുന്ന കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അന്ന് സാറിലൂടെ മോട്ടിവേറ്റ് ആയാണ് ഇന്ന് BSc നഴ്സിംഗ് എന്ന ആ കോഴ്സ് തിരഞ്ഞെടുത്ത് അതിൻ്റെ 4ാം വർഷം പൂർത്തിയായി ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ഒരു IPS ഓഫീസർ ആവണമെന്നും എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു അധ്യാപിക ആകണം എന്നതുമായിരുന്നു ആഗ്രഹം. പക്ഷേ സാറിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ, സാറിൻ്റെ ആ വേദനയിൽ, ആ കൂടെ നിന്ന നേഴ്സുമാരെയും ഡോക്ടർമാരെയും അതുപോലെ സാറ് കടന്നു വന്ന സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ സഹായിക്കുക അല്ലെ അവൻ്റെ വേദനകളിൽ കൂടെ നിൽക്കുക എന്നത് മറ്റൊരു ജോലിക്കും തരാൻ സാധിക്കില്ല എന്ന എൻ്റെ തിരിച്ചറിവ് അത് അനീഷ് മോഹൻ സാറിലൂടെയാണ്. അങ്ങനെയാണ് ഞാൻ BSc നഴ്സിംഗ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതും ഇന്ന് ആ പ്രൊഫഷണലിൽ ഏറ്റവും സന്തോഷമായിട്ട് നിൽക്കുന്നതും. സ്നേഹ നേഴ്സിങ്ങിന് പോകുന്നതിനോട് ഞങ്ങൾ രക്ഷിതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അധ്യാപികയായി കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അനീഷ് മോഹൻ എന്ന വ്യക്തിയുടെ വാക്കുകൾ 9ാം ക്ലാസ്സിലെ അവളുടെ മനസ്സിൽ കോറിയിട്ട അനുഭവത്തിലൂടെ ഈ മനുഷ്യന് വേദന വരുമ്പോൾ അയാളെ സഹായിക്കുവാൻ സാധിക്കുക എന്നതാണ് ദൈവീകം. അതുകൊണ്ട് എനിക്ക് അതാണ് ആഗ്രഹം. ഒരു ഡോക്ടറെ കാണുന്നതിനേക്കാൾ ഉപരിയായി ഒരു നേഴ്സിനെ കാണുമ്പോഴാണ് ഒരു രോഗിക്ക് ആശ്വാസം ഉണ്ടാവുക. അതിനനുവദിക്കണം. ഇപ്പോൾ ഈ വേദിയിൽ സ്നേഹ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ അവളുടെ തീരുമാനം ഉറപ്പായും ഞാനും വിശ്വസിക്കുന്നു. അവൾ നല്ല തീരുമാനത്തിലാണ് പോയിരിക്കുന്നത്. സാർ ISROയിൽ ജോലി കിട്ടിയ സമയത്താണ് സാറിന് അപകടം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ഏറ്റവും ഉയരത്തിൽ വാനോളം നിന്ന് സാറ് താഴേക്ക് വരുന്നത്. അവിടെ നിന്ന് ഇന്ന് ഹഗ് ഇന്റർനാഷണലിന്റെ CEO ആയിട്ടാണ് സാർ ഇവിടെ നിൽക്കുന്നത്. നമ്മളെക്കാൾ ഒത്തിരി നിബന്ധനകൾ സാറിനുണ്ട്, പരിമിതികളുണ്ട്. അങ്ങനെയുള്ള ഈ സാറിന് ഇത്രയും ഉയരത്തിലെത്താൻ സാധിച്ചുവെങ്കിൽ വൈ വി കാൺ